സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി ധനസഹായത്തോടുകൂടി ഹെറിറ്റേജ് കോളേജുകളുടെ പട്ടികയിൽപ്പെടുത്തി തിരഞ്ഞെടുത്ത കോളേജുകളിൽ ഒന്നാണ് ശ്രീ കേരളവർമ്മ കോളേജ്. 5 കോളേജുകളെയാണ് പൈതൃക കോളേജുകളായി തിരഞ്ഞെടുത്തത്. അതിലൊന്നാണ് ശ്രീ കേരളവർമ്മ കോളേജ്. 30 കോടി രൂപ വീതം ധനസഹായം നൽകി മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി ഈ പൈതൃക സ്ഥാപനങ്ങളെ ഉയർത്തുക എന്നുള്ളതാണ് ആ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തൃശ്ശൂർ കേരളവർമ്മ കോളേജ് എന്നിവയാണ് ആ പൈതൃക കോളേജുകളായിട്ട് കണ്ടെത്തിയത്. അടിസ്ഥാന സൗകര്യ വികസനം, കെട്ടിട സംരക്ഷണം, ഡിജിറ്റലൈസേഷൻ എന്നിവയ്ക്കാണ് ഈ പദ്ധതിയിലൂടെ ധനസഹായം അനുവദിക്കുന്നത്. പദ്ധതിയുടെ 1ാം ഘട്ടം എന്ന നിലയിൽ 14 കോടിയിലധികം രൂപ ചെലവിൽ ശ്രീ കേരളവർമ്മ കോളേജിൽ ഒരു PG ആൻഡ് റിസർച്ച് ബ്ലോക്ക് പണി പൂർത്തീകരിച്ച് കോളേജിന് സമർപ്പിച്ചു. ഈ സമുച്ചയത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഗവേഷണ സൗകര്യങ്ങളും ഒരുക്കുകയാണ്. അതിനുള്ള ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ക്യാമ്പസിനുള്ളിൽ റിസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു ഉപകേന്ദ്രം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന വേളയിൽ, അതായത് ഈ 14 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമാണത്. സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ ഉപകേന്ദ്രം ആയിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കോളേജിന് ലഭിക്കുന്ന പ്രധാന കാര്യങ്ങൾ: സെൻട്രൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് റിസർച്ച് ലാബ്, അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഗവേഷണ ലബോറട്ടറി ഗവേഷകർക്ക് സജ്ജമാക്കും. സെൻട്രൽ നെറ്റ്വർക്ക് ഓഫ് റിസർച്ച് ഫെസിലിറ്റീസ്, ഈ കേന്ദ്രത്തിലെയും സമീപ പ്രദേശങ്ങളിലെ പ്രസ്തുത ശൃംഖലയുടെ ഭാഗമാകാൻ താൽപ്പര്യമുള്ള മറ്റ് സ്ഥാപനങ്ങളിലെയും ഗവേഷണ സൗകര്യങ്ങളെ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ബന്ധിപ്പിക്കുകയും അവയെ ഒരൊറ്റ വെർച്വൽ നെറ്റ്വർക്കിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്യും. ഷെയർഡ് ഫെസിലിറ്റി, സെൻട്രൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് റിസർച്ച് ലാബിൽ സജ്ജീകരിച്ചിട്ടുള്ള സൗകര്യങ്ങളും ഈ മേഖലയിൽ മറ്റു സ്ഥാപനങ്ങളിൽ ലഭ്യമായ സൗകര്യങ്ങളും വെർച്വൽ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് വഴി ബന്ധിപ്പിച്ചിട്ടുള്ളതുമായ ഗവേഷണ സൗകര്യങ്ങളും ഇതോടെ ഈ പ്രദേശത്തെ ഗവേഷകർക്കാകെ ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. മെയിൻ്റനൻസ് ഗ്രാൻഡ്, സ്വന്തം ഗവേഷണ സൗകര്യങ്ങൾ ഈ ശൃംഖലയുമായി പങ്കുവയ്ക്കാൻ തയ്യാറുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉപകരണങ്ങളുടെയും ലാബിൻ്റെയും സുഗമമായ പ്രവർത്തനത്തിനായി പ്രത്യേക ഗ്രാൻഡ് ഇതുവഴി ലഭ്യമാക്കും. കേരളവർമ്മ കോളേജിന് പുറമെ ഈ പ്രദേശത്തെ മറ്റു കോളേജുകൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ഈ കേന്ദ്രത്തിൻ്റെ പ്രയോജനം ലഭിക്കും. സബ് സെൻറ്റർ നിലവിൽ വരുന്നതോടെ തൃശ്ശൂർ മേഖലയിലെ വിവിധ കോളേജുകളിലെയും സർവകലാശാലകളിലെയും ഗവേഷകർക്ക് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകും. കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ സബ് സെൻറ്റർ, സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മാത്തമാറ്റിക്സ് എന്നിവ അവയുടെ കേന്ദ്രങ്ങൾ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിക്കുകയാണ്. കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ ഉപകേന്ദ്രം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ ഗണിതശാസ്ത്ര ഗവേഷണത്തിനായിട്ട് പ്രത്യേകമായൊരു മികവിൻ്റെ കേന്ദ്രവും ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിക്കുകയാണ്. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ തൃശ്ശൂരിനെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിറ്റിയായി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഗവേഷണ കേന്ദ്രങ്ങളെല്ലാം ആ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചാലകശക്തിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ തൃശ്ശൂർ ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രാപ്തമാകും എന്ന് കരുതുന്നു. ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുത്തവർ ഇപ്പോൾ ഞാൻ നേരത്തെ പരാമർശിച്ചു. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ബഹുമാന്യനായ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ്, റിസർച്ച് ഓഫീസർ ഡോക്ടർ സുധീന്ദ്രൻ കെ എന്നവരാണ് പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുത്തിട്ടുള്ളത്. തുടർന്ന് കേരളവർമ്മ കോളേജുമായി ഉള്ള MOU കൈമാറ്റം ചെയ്യാം.